कस्त्वं शिशोकस्य कुतोऽसि गन्ता किं नाम ते त्वं कुत आगतोऽसि एतन्मयोक्तं वद चार्भगत्वं मत्प्रीतये प्रीतिविवर्धनोऽसि. ആചാര്യസ്വാമികൾ കൊച്ചു ബാലകനായ ഹസ്താമലകനോട്, ആ പേര് പിന്നീട് വന്നു ചേരുന്നതാണല്ലോ, ചോദിച്ച ചോദ്യം നമുക്ക് നമ്മോട് തന്നെയും ചോദിക്കാവുന്നതാണ്. ത്വം കഹ കുത ആഗതഃ കുതോസി ഗന്ത എന്ന് മറ്റൊരാളോട് എന്ന പോലെ ചോദിച്ചത്. ഇവിടെ ചോദ്യം നിന്നോടായതുകൊണ്ട് മധ്യമ പുരുഷ പ്രയോഗങ്ങളാണ്. അതുപോലെ നമുക്ക് നമ്മെ കൂടുതൽ ആഴത്തിൽ അറിയുന്നതിന് വേണ്ടി നമ്മോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ സാമാന്യമായിട്ട് നാം പറയുന്ന ഉത്തരങ്ങളൊക്കെ ഏതെങ്കിലും പ്രകാരത്തിലുള്ള താദാത്മ്യങ്ങൾ, ഐഡൻറ്റിഫിക്കേഷൻസ് ഉള്ളതായിരിക്കും. ആ ഐഡൻറ്റിഫിക്കേഷനൊക്കെ നിരാകരിക്കാൻ ആണ് ഉദ്യമിക്കേണ്ടത്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ച ശേഷം സ്വയം ഉത്തരങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് താദാത്മ്യ സംബന്ധികളായിട്ടുള്ള അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൽപ്പനകളെയും അഭിമാനങ്ങളെയും സുഖദുഃഖാദി സങ്കല്പങ്ങളെയും ഒക്കെ ത്യജിക്കുക എന്നുള്ളതാണ് ഈ ശ്ലോകങ്ങളെ ചൊല്ലി ചെയ്യേണ്ടുന്ന മനനം അല്ലെങ്കിൽ വിചാര ധ്യാനം. നാഹം മനുഷ്യോ ന ച ദേവയക്ഷൗ ന ബ്രാഹ്മണക്ഷത്രിയ വൈശ്യശൂദ്രാഃ ന ബ്രഹ്മചാരീ ന ഗൃഹീവനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ നിമിത്തം മനഃചക്ഷുരാദിപ്രവൃത്തൗ നിരസ്ഥാഖിലോപാധിരാകാശകൽപ്പഃ രവിർലോകചേഷ്ടാ നിമിത്തം യഥായഃ സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ യമഗ്നുഷ്ണവന്നിത്യബോധസ്വരൂപം മനഃചക്ഷുരാദീന്യബോധാത്മകാനി പ്രവർത്തന്ത ആശ്രിത്യ നിഷ്കമ്പമേകം സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ മുഖാഭാസകോ ദർപ്പണേ ദൃശ്യമാനോ മുഖത്വാത് പൃഥക്ത്വേന നൈവാസ്തി വസ്തുഃ ചിതാഭാസകോധീഷു ജീവോപി തദ്വത് സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ യഥാ ദർപ്പണാഭാവ ആഭാസഹാനൗ മുഖം വിദ്യത്തെ കൽപ്പനാഹീനമേകം തഥാധീവിയോഗേ നിരാഭാസകോ യഃ സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ മനഃചക്ഷുരാദേർവിയുക്തസ്വയം യഃ മനഃചക്ഷുരാദേർമനഃചക്ഷുരാദിഃ മനഃചക്ഷുരാദേരഗമ്യസ്വരൂപഃ സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ യ ഏകോ വിഭാതി സ്വതഃ ശുദ്ധചേതാഃ പ്രകാശസ്വരൂപോപി നാനേവധീഷു ശരാവോദഗസ്ഥോ യഥാ ഭാനുരേകഃ സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ യഥാനേകചക്ഷുപ്രകാശോ രവിർന ക്രമേണ പ്രകാശീ കരോതി പ്രകാശ്യം അനേകാധിയോ യസ്തഥൈകപ്രബോധഃ സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ എന്നതാണ് സാക്ഷാത്കൃതമാകേണ്ടുന്ന അല്ലെങ്കിൽ വിചിന്തനം കൊണ്ട് എത്തിച്ചേരേണ്ടുന്ന വസ്തുത. ഈ ശ്ലോകങ്ങളിലെ ഒരു പൊതു വസ്തുത അത് ഇതിൽ ആത്മവൈഭവത്തിൻ്റെ ചിത്പ്രകാശത്തെയും
അതുപോലെ അസ്തിത്വത്തെയുമാണ് ആവർത്തിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആരെങ്കിലുമൊക്കെ കണ്ടുമുട്ടാനും ഇങ്ങനെ ഒരു മുജ്ജന്മത്തിൻ്റെ ബാക്കിയായിട്ട് ഒരു നിഷ്ഠായുക്ത ജന്മമായി ഏതെങ്കിലും കൊച്ചുകുട്ടികൾ എത്തിപ്പെട്ടാൽ അവർക്കിനി ആനന്ദസംബന്ധിയായി സത്ത് ചിത്ത് ആനന്ദസംബന്ധിയായി സ്വരൂപ വർണ്ണനത്തെ ചെയ്യാൻ വകുപ്പുണ്ട് എന്ന് പറയുക. നിത്യ ഉപലബ്ധി സ്വരൂപോഹം എന്ന പ്രയോഗം കൊണ്ട് അസ്ഥിഭാവത്തെ, ഉണ്മ, അതുപോലെ മറ്റ് വിശേഷണങ്ങളെ കൊണ്ടൊക്കെ ചിദ്ഭാവത്തെ, ചൈതന്യം, കോൺഷ്യസ്നെസ്സാണ്, ബോധമാണ് എന്ന ഭാവത്തെയുമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ആനന്ദത്തെക്കുറിച്ച് വകുപ്പുണ്ട് എന്ന് പറയും. പല പ്രകാരത്തിലുള്ള ആനന്ദങ്ങൾ ലോക ജീവിതത്തിൽ ആളുകൾ അവകാശപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു ശ്രേണി വിചാരമൊക്കെ ചെയ്ത്, പക്ഷേ ആ ആനന്ദമൊക്കെ ഏതൊരു പരമാനന്ദ ആത്മവൈഭവത്തിൻ്റെ കേവല സ്ഫുരണങ്ങൾ മാത്രമാകുന്നുവോ, യസ്യാം ബുദ്ധിലേശലേശത ഇമേ ശക്രാദയോ നിർവൃതാഹ എന്ന് സുഖാബ്ധിയെക്കുറിച്ച് മനീഷാ പഞ്ചകത്തിൽ അനുസ്മരണമുണ്ട്. യാതൊരു സുഖാബ്ധിയുടെ ലവലേശം കൊണ്ടാണോ ശക്രാദയോ നിർവൃതാഹ, ദേവേന്ദ്രാദികൾ പോലും ആനന്ദത്തെ അനുഭവിക്കുന്നത്, ആ ആനന്ദസാഗരമാണ് ഞാൻ എന്നതുപോലെ. ഇവിടെ വിവിധ ബുദ്ധിവിശേഷങ്ങളെ ഒരേ സമയത്ത് യുഗപത്ത് ആണ് പ്രകാശിപ്പിക്കുന്നത്, അല്ലാതെ ക്രമത്തിലല്ല എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അതേതുപോലെ എന്നുള്ള ദൃഷ്ടാന്തവും പറയുണ്ടായി. തുടർന്ന് വിവസ്വത് പ്രഭാതം യഥാരൂപമക്ഷം പ്രഗൃഹാദിനാഭാതമേവം വിവസ്വാൻ യഥാഭാത ആഭാസയത്യക്ഷമേകം സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. ഇവിടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം, വൈവിധ്യമാർന്ന പ്രപഞ്ചവും പ്രതിഭാസങ്ങളും അവയുടെ വിവിധ വീഴ്ചകളും ഇതൊക്കെയാണ് നമ്മുടെ ലോകം. വൈവിധ്യം കാണുന്നു, വിവിധ വീഴ്ചകളുണ്ട്, അതിൽ നമ്മളുമായിട്ട് ഉള്ള ഐഡൻറ്റിഫിക്കേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻസ് ഉണ്ട്, അതിനെ ചൊല്ലിയുള്ള പല അഭിമാനങ്ങളുമുണ്ട്. ഇങ്ങനെ നമ്മുടെ ലോകം. പക്ഷേ ഇതൊക്കെ അടിസ്ഥാനപരമായി പ്രകാശം പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് പ്രകാശ്യമായി മാറി. ഇതാണ് വസ്തുത. ഈ ഒരു ചിന്തനം, ചർച്ച ഐതരേയ ഉപനിഷത്തിൽ നിർവഹിക്കുന്നുണ്ട്. ഐതരേയ ഉപനിഷത്തിൻ്റെ കണ്ടെത്തൽ പ്രജ്ഞാനം ബ്രഹ്മ എന്നതാണ്. പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിചിത പ്രയോഗമനുസരിച്ച് അറിവ്. അറിവാണ് വിവിധ അനുഭവങ്ങളെ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഐതരേയ ഉപനിഷത്ത് പുരോഗമിക്കുന്നത്. എന്തൊക്കെ അനുഭവങ്ങളുണ്ടോ, എന്തൊക്കെ ഉണ്ടെന്നറിയുന്നുണ്ടോ, എല്ലാം സജ്ഞാനം, അജ്ഞാനം, വിജ്ഞാനം എല്ലാം പ്രജ്ഞാനത്തെ കേന്ദ്രീകരിച്ചതാണ്. ചിലർക്കൊക്കെ മറവി രോഗം അത് ബാധിച്ച് അതിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റിൽ ഭക്ഷണം കഴിച്ചോന്ന് ഓർമ്മയില്ല.
അർത്ഥം എന്താണ്? ഭക്ഷണം കഴിച്ചു എന്നുള്ള വസ്തുത രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിന് റെലവൻസ് ഇല്ല എന്നുള്ളത്. ഇപ്പം പ്രജ്ഞാനത്തിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പ്രജ്ഞാനം ബ്രഹ്മ. ഇങ്ങനെയാണ് ഐതരേയോപനിഷത്ത് ആ ഒരു മേളപ്പെരുക്കത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ വർണ്ണിക്കുന്നത് പ്രജ്ഞാനം. അതുപോലെയാണ് ഇവിടെയും ഫോക്കസ്ഡ് ആയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഫോക്കസ്ഡായിട്ട് മനനം ചെയ്യുന്നത് കൊണ്ട് ഡൈവേർഷൻസ് ഉള്ളത് ഏകോപിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഉത്സാഹമാണ് ആഹ്വാനം ചെയ്യപ്പെടുന്നത്. ഇപ്പം ഇവിടുത്തെ ഒരു കോൾ എന്താണെന്ന് ചോദിക്കുക. മറ്റൊരു ഭാഷയിൽ ചോദിച്ചാൽ ഈ ഒരു 10-14 ശ്ലോകം കൊണ്ട് വാട്ട് ഷുഡ് ഐ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോക്കസ്ഡ് ആയിട്ടൊരു കാര്യം പറഞ്ഞു തരികയാണ്. അപ്പം അതിലേക്ക് നമ്മൾ നമ്മുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളെയും ഭയാശങ്കകളെയും പരിഭ്രമങ്ങളെയും പ്രത്യാശകളെയും എല്ലാം ഏകോപിപ്പിച്ച് വിലയിപ്പിക്കണം. അങ്ങനെ ഒരു വിലയനം നിരന്തര മനന അഭ്യാസം കൊണ്ട് സാധിച്ചാൽ അങ്ങനെയുള്ളവർക്ക് പിന്നെ വേറെ ഒന്നും ചർച്ച ചെയ്യാനുണ്ടാവില്ല. എന്ത് പറഞ്ഞു വന്നാലും ശരി ഇതിലെത്തിച്ചേരും. അധികമായിട്ട് പറയാനും ഇല്ല എന്നുള്ള അവസ്ഥ വരും. സ്വാമി അത്ഭുതത്തോടുകൂടി ആലോചിക്കുന്ന ഒരു കാര്യം, ജി ബാലകൃഷ്ണൻ നായരുടെ ക്ലാസ്സുകൾ തിരുവനന്തപുരത്ത് ധാരാളം പേര് ചെന്നിരിക്കും. അദ്ദേഹം ആദ്യകാലത്തൊക്കെ ഒരുപാട് ദാർശനികമായ താത്വികമായ ചർച്ചകളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് ഫോക്കസ്ഡായിട്ട് വന്നത് ശ്രദ്ധേയമാണ്. ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം, അതിലെ താത്വിക ചർച്ച, ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞിട്ട് എന്തേ ഉള്ളൂ? ബോധം മാത്രം. അത് സൂര്യതുല്യം ജ്വലിച്ചു നിൽക്കുന്നു. പിന്നെ എന്തിനാ പേടി? പിന്നെ എന്തിനാ മരണഭയം? ആവശ്യമില്ല. അപ്പം മരിക്കില്ല എന്നാണോ? മരിക്കും. എന്താ മരിക്കുന്നത്? ശരീരം. ഈ ശരീരമോ ബോധസമുദ്രത്തിലെ ഒരു അല, അത്രമാത്രം. പിന്നെ എന്തിനാ ഭയം? വേറെ എന്താ പറയാനുള്ളത് ചോദിക്കുക. ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ അതിങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടട്ടെ എന്ന് പറയും. അപ്പം നമ്മൾ ഈ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്നു, എന്നിട്ട് അത്ഭുതം കൂർന്നു. ഇതിലിപ്പോൾ പുതുതായിട്ടൊന്നും പറയണില്ലല്ലോ. ഈ ഹസ്താമലകന് സൂര്യൻ എന്നുള്ള ഒരു ദൃഷ്ടാന്തം കിട്ടി, പിന്നെ അത് വിടില്ല എന്നുള്ള മട്ട. സൂര്യനെ കിട്ടിയത് മുതൽ 8ാമത്തെ ശ്ലോകത്തിൽ അല്ല 8ാമത്തെ ശ്ലോകത്തിൽ സൂര്യൻ, 9ാമത്തെ ശ്ലോകത്തിൽ സൂര്യൻ, 10ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ സൂര്യൻ. കുറച്ചൊക്കെ ഈ വേദാന്ത ചിന്തനം ഉറച്ചു കിട്ടിയാൽ തന്നെയും നമുക്ക് വലിയ കൗതുകം തോന്നും. മറ്റുള്ളവർ എന്താ ഇപ്പം ഇത്രയൊക്കെ സംസാരിക്കാൻ? അത്ഭുതത്തോടുകൂടി ആലോചിക്കുന്ന ഒരു കാര്യം, ഒരു ദിവസം ട്രെയിനിൽ രാത്രി ഞങ്ങൾ ഈ കൊറോണ കാലത്തിന് മുമ്പ് മിക്കവാറും രാത്രികളൊക്കെ ട്രെയിനിലായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു. ഒരു പ്രാവശ്യം ഡോറിൻ്റെ അടുത്ത് തന്നെയാണ് സീറ്റ് കിട്ടിയത്, രാത്രി ബെർത്ത്. അവിടെ എവിടെന്നോ 2 തമിഴ് സംസാരിക്കുന്നവർ കയറി. ശരിക്കും അവരെ നമസ്കരിച്ചു പോകും. ഒരു 8 മണിയാകുമ്പോൾ അവർ കയറിയിട്ടുണ്ട്.
പിറ്റേ ദിവസം രാവിലെ 4 മണി വരെ നോൺ സ്റ്റോപ്പ്. എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? ഇങ്ങനെ പറയാൻ സാമർഥ്യമുണ്ട് എന്ന് പറയാൻ. അതെ, ഈ സംസാര വിഷയം ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ. എന്താ ഇപ്പോൾ പഞ്ചഭൂതം, ത്രിഗുണം, മായ, ബ്രഹ്മം, ഇങ്ങനെ നിരന്തരം മനനം ചെയ്ത് ഉറച്ച വേദാന്തികളെ സംബന്ധിച്ചിടത്തോളം അധികമില്ല. അവർക്ക് അത്ഭുതവും എന്താ ഇപ്പം ഇത്രയൊക്കെ സംസാരിക്കാൻ. അപ്പം നാനാത്വ ഭ്രമവും അഭിമാനങ്ങളും ആശങ്കകളും ഭയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യും. അതുകൊണ്ട് പരദൂഷണം പോലും അനുവദിക്കാമെന്ന് പറയാം. കാരണം വേദാന്തത്തിലും ഗംഭീര പരദൂഷണമാണ്. പരം, അന്യം, അത് ദുഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ സ്വതേ സത്തയില്ലാത്തതാണ്, അതുകൊണ്ട് നിഷേധിക്കപ്പെടേണ്ടതാണ്. പിന്നെ ഒന്ന് ഭഗവാനുമായിട്ട് അന്വയിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ശരിയൊക്കെ ആ ഒരു വൈഭവത്തിൻ്റെ വിവിധ പ്രകാരത്തിലുള്ള പ്രകടനമാണല്ലോ. അപ്പം ഇങ്ങനെ വ്യതിരേകം, അന്വയം, ഇങ്ങനെ ചെയ്ത പരദൂഷണം പോലും വലിയ സത്സംഗമാവും. പരമൊക്കെ ദൂഷിക്കുക എന്നിട്ട് കൊണ്ടുവന്ന് ഒക്കെ, പക്ഷേ ഭഗവാന്റെ വിഭൂതി അത് പറഞ്ഞ് തീർന്നു എന്ന് പറയും. അപ്പം ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടാണ് ഇവിടെ നമുക്ക് ചൂയിങ്കം സപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ പല പ്രകാരത്തിൽ ആസ്വദിച്ച് ആ ഒരു ഫോക്കസിലേക്ക് എത്തിച്ചേരുക എന്നർത്ഥം. വിവസ്വത് പ്രഭാതം യഥാരൂപമക്ഷം പ്രഗൃഹാദിനാഭാതമേവം വിവസ്വാൻ. സൂര്യൻ പ്രകാശിപ്പിക്കുമ്പോൾ വിവസ്വത് പ്രഭാതം, വിവസ്വാൻ പ്രഭാതം പ്രകാശിപ്പിക്കുന്ന സമയത്ത് യഥാരൂപമക്ഷം, ഇന്ദ്രിയ കണ്ണാകുന്ന ഇന്ദ്രിയത്തിന് വിഭവങ്ങളൊക്കെ ആസ്വദിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. പ്രഗൃഹാദി, കണ്ണ് വിഷയ രൂപഗ്രഹണത്തെ ചെയ്യും. നാഭാതമേവം, അത് സൂര്യൻ പ്രകാശിക്കുന്നില്ലെങ്കിലോ രൂപഗ്രഹണമില്ല. പക്ഷേ മൈൻഡ് യു, ഇത്ര ലോകപ്രകാശക സാമർഥ്യമുള്ള സൂര്യനെ ആര് പ്രകാശിപ്പിക്കുന്നു, അതിൽ ഫോക്കസ് ചെയ്യണം. വിവസ്വാൻ യഥാഭാത ആഭാസയത്യ അക്ഷമേകഃ സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. സൂര്യനെ കാണാൻ സാമർഥ്യമുള്ളതായി ഭവിച്ചിട്ടുള്ള കണ്ണിനെയും പ്രകാശിപ്പിക്കുന്ന ബോധസ്വരൂപമാണ് ഞാൻ. ഈ ഒരു പ്രകാശ സ്രോതസ്സുകളെയും പ്രകാശിപ്പിക്കുന്ന ബോധം. സനിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ. അങ്ങനെ ഉപശമിക്കട്ടെ എന്ന് പറയുക. ഇപ്പം കണ്ടതിൽ നിന്ന് കണ്ണടച്ചിരിക്കണമെന്ന് പോലും നിർബന്ധമില്ല. പിന്നെയോ കണ്ടുകൊണ്ടിരിക്കവേ തന്നെ യച്ഛേത് വാങ് മനസ്സി പ്രാജ്ഞ തദ്യച്ഛേത് ജ്ഞാനാത്മനി ജ്ഞാനം ആത്മനി മഹതിനി യച്ഛേത് തദ്യച്ഛേത് ശാന്ത ആത്മനി. എങ്ങനെയാണ് ഓപ്പൺ ഐ മെഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പാകത്തിൽ കഠോപനിഷത്ത് പറഞ്ഞു തരുന്നത്. കണ്ട ഒരു റോസാ പുഷ്പത്തിൽ നിന്ന് കണ്ണിലേക്ക് അതിനെ ഉപശമിപ്പിക്കൂ. കണ്ണിനെ മനസ്സിലേക്കും മനസ്സിനെ സമഷ്ടി അവബോധത്തിലേക്കും മഹത്തത്വത്തിലേക്കും അവ്യക്തത്തിലേക്കുമൊക്കെ വിലയിപ്പിക്കൂ. ഒടുവിലോ തദ്യച്ഛേ ശാന്ത ആത്മനി. അവിടെ എപ്രകാരമാണോ വിവിധ നദികൾ സമുദ്രത്തിൽ ഒഴുകി എത്തുന്നതോടുകൂടി നാമരൂപം വിഹായ, പിന്നെ ഗംഗ ഗംഗയല്ല, യമുന യമുനയല്ല, സിന്ധു സിന്ധു അല്ല, പിന്നെയോ അനന്തമായ സാഗരമായി മാറി. തദ്യച്ഛേ ജ്ഞാന ആത്മനി. യഥാ സൂര്യ ഏകോപ്സു അനേകശ്ചലാസു
സ്ഥിരസ്വാപി അനന്വഗ്വിഭാവ്യസ്വരൂപഃ ചലാസു പ്രഭിന്നാസു ധീഷ്വേവമേകഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ യഥാ സൂര്യ ഏകോപ്സു അനേകശ്ചലാസു സ്ഥിരാസ്വപി അനന്വഗ്വിഭാവ്യസ്വരൂപഃ ചലാസു പ്രഭിന്നാസു ധീഷ്വേവമേകഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. മറ്റൊരു ദൃഷ്ടാന്തം, സൂര്യനെ വിട്ടിട്ടില്ല എന്ന് പറയും. സൂര്യൻ വിവിധ പ്രകാരം പ്രകാശിതമാവുന്നു. ജലം ഇളകുമ്പോൾ കൂടുതൽ സൂര്യന്മാരെ കാണാമെന്നാണ്. ജലാശയത്തിൽ ചെന്ന് നോക്കുമ്പോൾ ജലം ഇളകുന്നതനുസരിച്ച് കുറേ സൂര്യന്മാരെ കാണാം. പക്ഷേ സ്ഥിരമായ ഏക സൂര്യനേ വാസ്തവത്തിലുള്ളൂ. സ്ഥിരമായ ഏക സൂര്യൻ അനവധി സൂര്യന്മാരായിട്ട് അനേക ചലാസു അപ്സു, ജലം ചലനയുക്തമായിരിക്കവേ ഓളങ്ങൾ ഉണ്ടാവുമ്പോൾ എന്നർത്ഥം. അപ്പോൾ കുറേ സൂര്യന്മാരെ കണ്ടു, പക്ഷെ അത് ഏകമാണ്. അതുപോലെ തന്നെ എല്ലാറ്റിലും ഒന്ന് തന്നെയാണ് അനുവർത്തിക്കുന്നത്, അനന്വം. ചലാസു പ്രഭിന്നാസു ധീഷ്വേവമേകഃ. ഇതുപോലെ അനവധി ചിത്തവൃത്തികളിൽ ഒരേ ചൈതന്യം തന്നെയാണ് പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് പല അനുഭവങ്ങളുണ്ടാവുന്നു, അനുഭവിക്കുന്ന ആളുണ്ടാവുന്നു. ഇപ്പോൾ വിശ്വനെന്നും തൈജസ്സനെന്നും പ്രാജ്ഞനെന്നുള്ള ഭേദങ്ങളായാലും ഇതുപോലെ ഒരാൾക്ക് തന്നെ പല അഭിമാനങ്ങളും വരാം. ഇതെല്ലാം പക്ഷേ ഒരേ ആത്മസ്വരൂപത്തിൻ്റെ പ്രകടനമാണ്. ഇപ്പം ഇവിടുത്തെ സൂചന എന്താണ്? ജലം നിശ്ചലമാകും പോലെ അന്ധക്കരണത്തെ വൃത്തിശൂന്യമാക്കാമെങ്കിൽ, വൃത്തിശൂന്യമാക്കുക എന്ന് പറഞ്ഞാൽ രാഗദ്വേഷരഹിതമാക്കുക എന്നർത്ഥം. ചിത്തവൃത്തി നിരോധം എന്നത് വേദാന്ത ദൃഷ്ട്യാ രാഗദ്വേഷാദി കൽപ്പനകൾ അസ്തമിക്കലാവുന്നു. ലോകം എന്തിനു നിഷേധിക്കണം എന്ന് ചോദിക്കുക. ലോകമൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ മനോബുദ്ധികൾ ശാന്തമായാൽ അവിടെ പിന്നെ അഖണ്ഡമായ ആത്മവൃത്തി, ജ്ഞാനവൃത്തി, ചരമവൃത്തി അത് അനുഗ്രഹമായി ലഭിക്കുന്നത്. അങ്ങനെയും ഒരു ദൃഷ്ടാന്തം. മറ്റൊരാൾ എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് കൗതുകം തോന്നുന്നു, എന്നെക്കുറിച്ചാണോ പറയുന്നത് എന്ന പരിഭ്രമം തോന്നുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ നാച്ചുറൽ ഫങ്ഷനിങ്ങിന് വിശേഷജ്ഞാനം ആവശ്യമില്ല. വിശേഷജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് നോളജ് അബൌട്ട് സംതിങ്. എയും ബിയും തമ്മിൽ എന്താണ് സംസാരിക്കുന്നത് അതെനിക്കറിയണം എന്നുള്ളത് എൻ്റെ ലോകവ്യവഹാരവുമായി ബന്ധപ്പെട്ട് റെലവൻറ്റ് ആകാം, പ്രസക്തിയുള്ളതാകാം. പക്ഷെ പ്രകൃതിയുടെ ഫങ്ഷനിങ്ങിന് ഇതിൻ്റെ ആവശ്യമില്ല. അത് ആലോചിച്ച അത്ഭുതം. പ്രകൃതിക്ക് പരസ്പര ബോധ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നതിന്. മേഘത്തിൻ്റെ മനസ്സിലെന്താണ് എന്ന് കാറ്റിനറിയേണ്ട കാര്യമില്ല എന്ന് പറയാം. ഇപ്പം പ്രകൃതിയിലെല്ലാം അനസ്യൂതം നടക്കുന്നു. അറിയാനുള്ള കൗതുകം ഇരിക്കുന്നത് മനുഷ്യനിലാണ്. മനുഷ്യൻ ആ ഒരു കൗതുകത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് അറിഞ്ഞാലേ തീരൂ എന്നുള്ള വാശിയാക്കി മാറ്റി, എന്നിട്ടോ അതുകൊണ്ട് സ്വയം ബന്ധനത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്തു. ഇതാണ് വിശേഷജ്ഞാനത്തിൻ്റെ പ്രത്യേകത.
സ്വയം ബന്ധനത്തിന് കാരണമായി അറിയാനുള്ള കൗതുകത്തെ മാനിപ്പുലേറ്റ് ചെയ്തു. ഇതാണ് വിശേഷജ്ഞാനം. ശരിക്ക് പരജ്ഞാനത്തിൻ്റെ ആവശ്യം പോലുമില്ല നാച്ചുറൽ ഫങ്ഷനിങ്ങിന്. ചിലരൊക്കെ എത്രയോ കാലമായിട്ട് അബോധാവസ്ഥയിലാണ്, കോമ സ്റ്റേറ്റിൽ കിടക്കുന്നു. എല്ലാ കാര്യങ്ങളും സ്വാമിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ചിലരെക്കുറിച്ചൊക്കെ ഡോക്ടേഴ്സ് എന്ത് പറഞ്ഞു എന്നല്ലേ നമ്മൾ അന്വേഷിക്കുക. പറഞ്ഞു കിഡ്നി ഒരു പ്രോബ്ലം ഇല്ല, ഹാർട്ട് ഭംഗിയായിട്ട് ഫങ്ഷൻ ചെയ്യണം, എല്ലാം ആരോഗ്യകരം, പക്ഷേ ബോധമില്ല. ഇപ്പം മറിച്ച് ആലോചിച്ചാൽ ബോധം എന്തിനു വേണ്ടി നാം വിനിയോഗിക്കുന്നു, അല്ലെങ്കിൽ അറിയാനുള്ള താല്പര്യത്തെ വാശിയാക്കി നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ എത്രത്തോളം ബന്ധനത്തെ സങ്കീർണമാക്കാമോ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ഉത്തരം. അതുകൊണ്ട് ഇവിടെ തന്നെ മോചന ഉപായം എന്താ? മോചന ഉപായം അറിയാനുള്ള വാശിയെ കളയണ്ട, വിശേഷജ്ഞാനത്തിനുള്ള വാശിയെ അതിക്രമിച്ച് പൊതുജ്ഞാനത്തിനുള്ള, സാമാന്യജ്ഞാനത്തിനുള്ള, ഈ ജനറൽ നോളജ് എന്ന് പൊതുവെ പ്രയോഗിക്കുക നോട്ട് ബി വെരി സ്പെസിഫിക് എന്ന അർത്ഥത്തിലും കുറച്ചൊരു ലോവർ ലെവലിലുമാണ്. പക്ഷേ ശരിക്കും പദപ്രയോഗമനുസരിച്ച് വിശേഷജ്ഞാനം എന്ന് പറയുന്നത് വിശേഷമായിട്ടുള്ള എക്സ്പ്രഷൻസിനെ സംബന്ധിച്ചുള്ള ജ്ഞാനമാണ് എന്ന് പരിഗണിക്കുകയാണെങ്കിൽ, പൊതുജ്ഞാനം എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് കോമൺ ഇൻ ഓൾ, എല്ലായിടത്തും പൊതുവായ തത്വത്തെ, ഭഗവത്ഗീത ഭാഷ ഉദ്ധരിച്ച് പറഞ്ഞാൽ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വപാകേ ച പണ്ഡിത സമദർശന. ആ സമദർശനം, കോമണാലിറ്റി, അത് കാണലാണ് ജനറൽ നോളജ്, പൊതുവിജ്ഞാനം എന്ന് വെച്ചാൽ അതിലേക്കാണ് നാം പുരോഗമിക്കേണ്ടത്. അത് മുക്തി ഉപായമാവും. ഇങ്ങനെ രാഗദ്വേഷാനുസൃതം മനോബുദ്ധിയോ സ്പന്ദിക്കുന്നില്ലെന്ന് വന്നാൽ അതോടുകൂടി സ്വാസ്ഥ്യം ആയി. അപ്പോൾ ഏകബോധം അതെന്നിൽ മാത്രമല്ല, ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു എന്ന റിയലൈസേഷൻ ഉണ്ടാവുമെന്ന് പറയാം. അഹമയം കുതോ ഭവതി ഇതി ചിന്വതഃ. അങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ ഐ പതതി അഹം, ഈ ഒരു അഹങ്കാരം, അഹംഭാവം പതിച്ച് എല്ലാറ്റിലും ആപ്ലിക്കബിളായിട്ടുള്ള ഒരു അഹം തത്വം. ആചാര്യസ്വാമികൾ വിവേക് ചൂടാമണിയിൽ അഹം പ്രത്യയ ആലംബന എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അഹം പ്രത്യയ ആലംബനത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു. ഈ പ്രത്യയത്തിന് ആലംബനമായിരിക്കുന്നത്, ഈ പ്രത്യയം ഓരോന്നുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് അഹങ്കാരമുണ്ടായത്. അപ്പം അഹങ്കാരത്തിൽ നിന്ന് അഹത്തിൻ്റെ ആലംബനത്തിലേക്ക് അത് സാധിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് വിശേഷജ്ഞാന സംബന്ധിയായ വിഘ്നങ്ങളെ, ബന്ധനങ്ങളെ സാമാന്യജ്ഞാനം കൊണ്ട് അതിജീവിക്കാൻ ഉദ്യമിച്ചുകൊണ്ടേയിരിക്കുക, ഉത്സാഹിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ശത്രു നമ്പർ 1 കയറി വരുമ്പോൾ, അസ്വസ്ഥനാവുമ്പോൾ, ഇങ്ങേരൊരിക്കൽ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് മടിയിൽ ശയിച്ച ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിനു മുമ്പ് ഇയാൾ തന്നെ ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, അതാണ് പൊതുവിജ്ഞാനത്തിലേക്കുള്ള പുരോഗതി എന്ന് പറയുക. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുമ്പോൾ ഉപശാന്തമാകുന്നർത്ഥം. അങ്ങനെ എന്തിലേക്ക് എത്തിച്ചേർന്നു? നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. നിത്യം ഉപലബ്ധമായ സ്വരൂപത്തിൽ സ്വാസ്ഥ്യം സംഭവിക്കുന്നു. ഘനച്ഛന്ന ദൃഷ്ടിർഘനച്ഛന്നമർക്കം യഥാ നിഷ്പ്രഭം മന്യതേ ച അതിമൂഢഃ തഥാ ബദ്ധവദ്ഭാതി യോ മൂഢദൃഷ്ടേഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. ഘനച്ഛന്ന ദൃഷ്ടിർഘനച്ഛന്നമർക്കം യഥാ നിഷ്പ്രഭം മന്യതേ ചാതിമൂഢഃ തഥാ ബദ്ധവദ്ഭാതി യോ മൂഢദൃഷ്ടേഃ
സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ ഘനച്ഛന്ന ദൃഷ്ടി ഘനച്ഛന്നമർക്കം. ഘനം മേഘം, ഛന്നം മൂടിയത്. അപ്പം മേഘം നമ്മുടെ കണ്ണിനെ മൂടി. അങ്ങനെ മൂടപ്പെട്ട അവസ്ഥയിൽ നമ്മുടെ ഡിക്ലറേഷൻ എന്താണ്? മേഘം കണ്ണിനെ മൂടിയപ്പോൾ നമ്മുടെ ഡിക്ലറേഷൻ എന്താണ്? ഘനച്ഛന്നമർക്കം. സൂര്യനെ മേഘം മൂടിയിരിക്കുന്നു. അത്രയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുക. സൂര്യനെ മേഘം മൂടിയിട്ടില്ല. മേഘം മൂടിയത്, മൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമായിട്ട് മനസ്സിലാക്കണം. എൻ്റെ കണ്ണിനും സൂര്യനും ഇടയിൽ മേഘം വന്ന് നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഒരു അഭിമാന പ്രഖ്യാപനം എന്താണെന്ന് വെച്ചാൽ സൂര്യൻ മൂടിപ്പോയിട്ടോ എന്ന്. ഘനച്ഛന്ന ദൃഷ്ടി ഘനച്ഛന്നമർക്കം യഥാ നിഷ്പ്രഭം. എന്നിട്ടോ സൂര്യനെ മൂടിയെന്ന് മാത്രമല്ല, സൂര്യൻ എത്ര പ്രഭയില്ലാത്തതാണ് എന്നും നമ്മുടെ ഒരു റിയലൈസേഷൻ പ്രഖ്യാപിച്ചു കളയുന്നു. സൂര്യൻ നിഷ്പ്രഭമാണ്. എന്താ കാരണം? ഒരു ചെറിയ മേഘക്കീറിന് സൂര്യപ്രഭാവത്തെ മറയ്ക്കാൻ സാധിക്കുന്നുവല്ലോ എന്ന് സൂര്യൻ്റെ ശേഷിക്കുറവായിട്ട് നമ്മുടെ നോട്ടക്കുറവിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നമ്മൾ സമർത്ഥരായിരിക്കുന്നു. ഹസ്തമലകം പറയുകയാണ്, മന്യതേച്ച അതിമൂഢ. ഇങ്ങനെ ഒരാൾ ഒരു റിയലൈസേഷൻ എത്തിച്ചേരുകയും അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്താൽ അങ്ങൊരു മൂഢത്വത്തിൽ ഡോക്ടറേറ്റ് എടുത്തു എന്ന് വേണം വിചാരിക്കാൻ. അതിമൂഢ തഥാ ബദ്ധവദ്ഭാതി. ഇതുപോലെയാണ് ഒരാൾ ഞാൻ ബന്ധനസ്ഥനാണ് എന്ന് വിചാരിക്കുന്നത്. സച്ചിദാനന്ദ സാഗരത്തിൽ കേവലം ഒരു അലയുടെ സ്ഥാനം മാത്രമുള്ള ശരീരാദികൾ എന്നെ ലിമിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുമ്പോൾ, ശരീരാദികൾ കേവലം അല സ്ഥാനീയരാണെന്ന് വിചാരിക്കുക. തിരമാലകളുടെ സ്ഥാനമേ ഉള്ളൂ. തിരമാല സമുദ്രത്തെ നിഷ്പ്രഭമാക്കി എന്ന് വിചാരിക്കും പോലെ വിഡ്ഢിത്തമല്ലേ ഞാൻ ബന്ധനസ്ഥനാണ് എന്ന് കരുതുന്നത്. തഥാ ബദ്ധവത് ഭാതി യോ മൂഢദൃഷ്ടേഹേ. ഇത് മൂഢത്വം കാരണമാണ് സംഭവിക്കുന്നത്. അപ്പം എങ്ങനെയാണ് വിചാരം ചെയ്യേണ്ടത്? സൂര്യനെ മേഘം മറച്ചു എന്ന് കാണാൻ നമുക്ക് സാമർഥ്യം ലഭിച്ചത് ഏതൊരു സൂര്യൻ കാരണമാണ് എന്നാലോചിച്ചാൽ സൂര്യനെ ഒരിക്കലും നമ്മൾ നിഷ്പ്രഭമെന്ന് നെഗ്ലക്റ്റ് ചെയ്യില്ലായിരുന്നു എന്ന് പറയാം. സൂര്യനെ മറച്ചു എന്ന് കാണാൻ ഏതൊരു സൂര്യൻ സഹായിച്ചു, അതന്വേഷിക്കൂ. നമ്പർ 2, ഈ ക്ലൗഡ് തന്നെ, മേഘം തന്നെ എങ്ങനെ ഉണ്ടായി? അതും സൂര്യപ്രഭാവം കൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഒരു കാലത്തും സൂര്യൻ മറയ്ക്കപ്പെട്ടിട്ടില്ല. സൂര്യൻ്റെ വിഭൂതിയാണ് മേഘം. ആ മേഘം സൂര്യനെ മറച്ചു എന്നുള്ളത് കാണാൻ പോലും സൂര്യനാണ് സാമർഥ്യം നൽകി അനുഗ്രഹിച്ചത് എന്നാലോചിക്കും പോലെ ശരീരാദികളാൽ ഞാൻ പരിമിതമാക്കപ്പെട്ടിരിക്കുന്നു. ശരീരതലം കൊണ്ട് ഞാൻ ഇവിടെ ചെറിയൊരു പരിവൃത്തത്തിലിരിക്കുന്നു എന്നും ഇന്ദ്രിയങ്ങളെ കൊണ്ട് എനിക്ക് ഇത്രത്തോളം വ്യാപിക്കാൻ സാധിക്കുമെന്നും മനോബുദ്ധികളെ കൊണ്ട് നേടിയ അറിവ്, ഇങ്ങനെ കുറേ അഭിമാനങ്ങൾ എല്ലാം കൂടി ചേർത്ത് വെച്ചാലും ശരി, അഖണ്ഡകോടി ബ്രഹ്മാണ്ടങ്ങളെ പരിഗണിക്കുമ്പോൾ ഐ ആം ഇൻസിഗ്നിഫിക്കൻറ്റ്, സോ ലിമിറ്റഡ് എന്നൊക്കെയാവും അവസ്ഥ. പക്ഷേ മൂഢദൃഷ്ടിയുടെ ചിന്തയാണ് ഇതെന്ന് പറയുക. സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. യാതൊരു ആത്മതത്വമാണോ
പഞ്ചഭൂതാത്മക പ്രപഞ്ചത്താൽ ഒരു കാലത്തും പരിമിതമാക്കപ്പെടാത്തത് യാതൊരാത്മാവിൻ്റെ തന്നെ വിഭൂതിയാണോ പഞ്ചഭൂതാത്മക പ്രപഞ്ചം, ആ നിത്യോപലബ്ധമായിട്ടുള്ള ആത്മസ്വരൂപമാണ് ഞാൻ എന്ന് മനസ്സിലാക്കൂ. ഇങ്ങനെ കണ്ണ് തുറന്നിരുന്നായാലും ശരി, ഇരുന്നിട്ടായാലും ശരി, മറ്റ് ഒട്ടനവധി പേർ ഒട്ടനവധി ലോകങ്ങളിലിരുന്ന് നമ്മെ നിഷ്പ്രഭരാക്കുന്നു എന്നുള്ള സങ്കട പരിസരത്തിൽ നിന്നിട്ടായാലും ശരി, നമ്മുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുമെന്ന് പറയും. ഏതൊരു ബോധമാണ് എന്നെ പരിമിതമാക്കി എന്ന് ഞാൻ വിചാരിക്കുന്ന പ്രപഞ്ചത്തിനായാലും ശരി, എന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന വ്യക്തികൾക്കായാലും ശരി അസ്തിത്വം നൽകുന്നത്, ആ നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മ എന്ന് ധ്യാനിക്കും.